ഈ നാട്ടിലെ മുട്ടന്റെ വില സ്വർണത്തിന്റെ വിലയേക്കാളും അധികമായിരിക്കും. എന്തെന്നാൽ ഈ നാട്ടിൽ മുട്ട കിട്ടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ക്യാഷ് അധികമുള്ളവർ മാത്രമാണ് ഇവിടെ മുട്ട കഴിക്കുള്ളൂ. അത് ആർക്കും അറിയാത്തൊരു രീതിയിൽ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ മാത്രമാണ് മുട്ട കിട്ടുള്ളൂ. ഇപ്പൊ ആ റെസ്റ്റോറന്റിലെ ഓണർ വെളിയിൽ ആർക്കും സൗണ്ട് കേൾക്കാത്ത രീതിയിൽ സൈലന്റ് ആയി കഴിക്കാനായി പറയും. എന്നാൽ അവിടെ വന്ന കസ്റ്റമേഴ്സ് എല്ലാവരും മുട്ട കഴിച്ചെന്നെ കുറെ ദിവസമായി. അതിനാൽ തന്നെ അടിച്ചു പിടിച്ചാണ് കഴിക്കുന്നത്. സഡനായി വെളിയിൽ എന്തോ ഒരു സൗണ്ട് കേൾക്കും. ഇത് കേട്ട ഓണറിനെ ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു എന്ന് മനസ്സിലായി. ഇപ്പൊ ആരും ആ റെസ്റ്റോറന്റ് ഡോർ തുറന്ന് ഉള്ളിലേക്ക് വരും. ആരെന്ന് നോക്കിയാൽ 2 വലിയ കോഴികളാണ് ഉള്ളിലേക്ക് വന്നിരിക്കുന്നത്. അവരെ കണ്ടതും ഉള്ളിലുള്ള എല്ലാവരും ഭയന്നു പോകും. ആക്ച്വലി ഈ നാട്ടിൽ മനുഷ്യരുടെ ഭരണമൊന്നുമില്ല, ഫുള്ളായി കോഴികളുടെ ഭരണമാണ്. അതിനാലാണ് മുട്ട വിൽക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞ റൂൾസ് വെച്ചിരിക്കുന്നത്. താഴെ ഒരുപാട് മുട്ടയോടുള്ളത് കണ്ടതും തന്നെ കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കും. എന്നാൽ ഇവർ നമ്മളെ കണ്ടുപിടിക്കുമോ എന്ന പേടിയിൽ എല്ലാവരും അവസരമായി കഴിക്കാൻ തുടങ്ങും. എന്നാലും ഉള്ളിൽ വന്ന കോഴി ഇവരുടെ പ്ലേറ്റ് കാണും. ഇപ്പൊ ഇവരെ എന്ത് ചെയ്യുമോ എന്ന പേടിയിലിരിക്കും. ശേഷം എന്ത് നടന്നു എന്നറിയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമാണോ? അങ്ങനെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമുള്ളവർ റെഡ് ഹാർട്ടും ഇഷ്ടമില്ലാത്തവർ ഗ്രീൻ ഹാർട്ടും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പൊ അവരെ എന്ത് ചെയ്യുമോ എന്ന പേടിയിലിരിക്കും. അവരുടെ പ്ലേറ്റ് കണ്ട കോഴികൾക്ക് ഒരുപാട് ദേഷ്യം വന്ന് അവരെ എല്ലാവരെയും കൊല്ലാനായി ഓർഡർ ഇടും. എന്തെന്നാൽ ഓൾറെഡി ഒരുപാട് തവണ മുട്ട വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ടും ആ റെസ്റ്റോറന്റിൽ മുട്ട വിൽക്കുന്നുണ്ടാകും. അവസാനം ആ റെസ്റ്റോറന്റിലുള്ള ഓണറിനെയും കൊല്ലും.